അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലോ, നിന്റെ അയൽവാസി എങ്ങാനും പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ നീ എന്നിൽ പെട്ടവനല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ മുസ്ലിമായ അയൽവാസി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. തന്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ തന്റെ കൂടെ പിറപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ അയൽവാസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അമുസ്ലിമാകാം, ക്രൈസ്തവനാകാം. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതസ്ഥർ സ്നേഹത്തോടെ സഹോദര്യത്തോടെ അവരുടെ മതങ്ങൾക്കനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരുപാട് മതസ്ഥർ ജീവിക്കുന്നു. ഈ ഇന്ത്യയുടെ സാഹോദര്യം സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം, എല്ലാ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതി എന്ന് പറയുന്നത് തന്നെ എന്താ? എല്ലാവരും ഒരുപോലെ അവിടെ മതങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിക്കുന്നു എന്നാണ്. പക്ഷെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളതാണ് ഇന്ത്യ, ഞങ്ങളാണ് ഇന്ത്യന്റെ ആള്, അല്ലെ, ഞങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത് എന്ന മട്ടിലാണ് ചില ആളുകൾക്ക് ഭാവം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ, അവർക്കൊക്കെ ബോധം കൊടുക്കട്ടെ, അല്ലാഹു തആല ബോധം കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സാഹോദര്യത്തിന്റെ കൂട്ടായ്മയാണ്. അത് എല്ലാവർക്കും മാതൃകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച എന്റെ പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ അവസാനം പരിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് മുമ്പിലുണ്ടല്ലോ. ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് അവഹേളിക്കാൻ വേണ്ടി, ഖുർആനെ കുറിച്ച് അവഹേളിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചത്. അവസാനം ഖുർആനെ മനസ്സിലായപ്പോൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ എത്ര ആളുകളുണ്ട്, എത്രയോ യുക്തി ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല ബോധം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ സാഹോദര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറയാം. അബുൽ ഹസനുൽ അൽതാഖി റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലേക്ക് 30-ലേറെ ആളുകൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. 30-ലേറെ ആളുകളുണ്ട്. ഇവരെല്ലാവരും കടന്നു വന്നു. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെ വിളമ്പി. പടച്ചറബ്ബേ, പക്ഷേ വളരെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. മഹാന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അബുൽ ഹസനിൽ അൽതാഖി റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്തു കൊടുന്നു. എടുത്തു നോക്കുമ്പോൾ വളരെ തുച്ഛമായ രീതിയിലുള്ള ഭക്ഷണമാണുള്ളത്, വളരെ തുച്ഛം. പക്ഷെ ആളുകളാണ് ഈ 30-ലേറെ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ഒരു സാഹോദര്യത്തിന്റെ കഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ വിരുന്നിന് പോകുമ്പോ അവർക്ക് അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. കിട്ടി മുമ്പിൽ വെച്ചത് മുഴുവനും അടിച്ചിട്ട് വാരിയിട്ട് തിന്നും. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെട്ട് എങ്ങനെയല്ലേ കേൾക്കണം, ചിലപ്പോ ഇത് എത്തിച്ചിട്ടുണ്ടാവുക, അല്ലെ? അവർ കഴിക്കാൻ നമ്മളോട് പറയും. എന്നാലും നമ്മള് ഒരു മാന്യത കൊണ്ടുവന്നത് എല്ലാം കൂടെ നമ്മൾ കഴിക്കുക എന്നുള്ളതല്ല, ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്, അല്ലെ? ഒരു ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സൗമ്യം നമ്മൾ പാലിക്കണം. മഹാനായ തങ്ങളുടെ വീട്ടിലേക്ക് 30ഓളം അതിഥികൾ കടന്നു വന്നു. ഭക്ഷണം വളരെ പരിമിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിങ്ങനെ പത്രികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പത്രികൾ എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിന്ന് ഇങ്ങനെ കഷ്ണങ്ങളാക്കുകയാണ്. എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ആ ഭക്ഷണം എന്ത് ചെയ്തു? ഇങ്ങനെ മുറിച്ചു വെച്ചതിന്റെ ശേഷം അവർ വിളക്കങ്ങട്ട് അണച്ചു. എന്നിട്ട് ഭക്ഷിക്കാൻ വേണ്ടി ഇരുന്നോ. ഭക്ഷണ സമയം കഴിഞ്ഞോ. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞോ. അവർ എഴുന്നേറ്റ് പോയി. പത്തിരിയെല്ലാം അതുപോലെ തന്നെ ഇരിക്കുകയാണോ.
മനസ്സിലായ നിങ്ങൾക്ക്? തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് മനസ്സിലായി മഹാന്റെ കയ്യിൽ ഒന്നുമില്ല, ഇവിടെ ഇത് തന്നെ ഉള്ളൂ, ഞങ്ങൾ വന്നത് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്, പടച്ചറപ്പേ ഒന്നുമില്ലാത്തവരാണെന്ന് മനസ്സിലായപ്പോ അവര് വിളമ്പി വെച്ച ഭക്ഷണങ്ങൾ എന്തായി? കഴിക്കുന്നത് പോലെ കാണിച്ചിട്ട് വിളക്കണച്ചു. ആ വിളക്കണച്ചിട്ട് പിന്നീട് അവരെന്ത് ചെയ്തു? അവരങ്ങ് എണീറ്റു. സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം അവരിരുന്നിട്ട് എണീറ്റു അല്ലെ? എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞതുപോലെ അവർ ചെയ്തു. എന്തിനായിരുന്നറിയോ? അവർക്ക് എല്ലാവർക്കും തന്റെ കൂട്ടുകാരന്റെ അവസ്ഥ മനസ്സിലായി. ആ കൂട്ടുകാരന്റെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മനസ്സിലായി. തന്റെ കൂട്ടുകാരനും തന്റെ ഭാര്യയും തന്റെ മക്കളും ഇന്ന് ഞങ്ങൾ ഈ ഭക്ഷണം മുഴുവനും കഴിച്ചു കഴിഞ്ഞാൽ അവര് പട്ടിണിയാണെന്ന് മനസ്സിലായി. അപ്പൊ അവര് ചെയ്ത പണിയാണത്. അത് എഴുതിയിട്ട് നമ്മൾ നല്ല സമ്പന്നരായ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഇത് കാണിക്കണം എന്നല്ല പറയുന്നത്. ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം അവിടെ എന്നാണ്. നമ്മളൊരു വിരുന്നിന് നമ്മളൊരു വീട്ടിലേക്ക് പോയാലും നമ്മുടെ സ്വന്തം വീടാകട്ടെ, നമ്മുടെ ആങ്ങളുടെ വീടാകട്ടെ, നമ്മുടെ പെങ്ങളുടെ വീടാകട്ടെ, ആരുടെ വീട്ടിലേക്ക് നമ്മളൊരു അതിഥിയായിട്ട് കടന്നു ചെന്നാലും അവിടെ നമ്മൾ ഒരു പരിഗണന, ഒരു മാന്യത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ആ മാന്യതയും അതില്ലാതെ ചില ആളുകൾ പെരുമാറാറുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു സാഹോദര്യമാണ് എന്റെ പ്രിയമുള്ളവരെ. തന്റെ കൂട്ടുകാരൻ അവിടുന്ന് വിഷമിക്കരുത്, തന്റെ കൂട്ടുകാരൻ പട്ടിണി കിടക്കരുത് എന്ന ചിന്തയോട് കൂടിയിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്തത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അതാവിടെന്ന് പറയുകയാ, അൽ മുഅ്മിനു യസ്തുറു വയൻസഖു വൽ ഫാജിറു യഹ്തികു വയഈർ. അതാ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ്. പിന്നീട് ആ ന്യൂനതകളെ സ്വകാര്യമായിട്ട് അവിടെ നിന്ന് ഉപദേശിക്കുന്നവരുമാണ്. എന്നാലോ ഒരു ധമ്മാടിയോ അവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു കപട വിശ്വാസിയോ അവന്റെ സ്വഭാവം എന്താണെന്നറിയോ? അവൻ അപമാനിക്കുന്നവനാണ്, ന്യൂനതകളെ കുറിച്ചിട്ട് എടുത്തു പറയുന്നവനാണ് എന്ന് മഹാനായ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു പറയാൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഒരു നല്ല മനുഷ്യന്റെ അടയാളം എന്താണ്? ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഭക്ഷണം ഭാര്യ ഉണ്ടാക്കിയിട്ട് ആ ഭാര്യയുടെ ഭക്ഷണത്തിന്റെ കുറ്റം പറയാം. അതിൽ ഉപ്പില്ല, മധുരല്ല, എരിവില്ല, പുളി പോരാ എന്നിങ്ങനെ നമ്മൾ കുറ്റം പറയാ ചില ആളുകൾ. അങ്ങനെ പറയുന്ന സമയത്ത് മഹാനായ തങ്ങളവിടുന്ന് പറയാണ്, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവനിക്ക് ഈ ഹൃദയത്തിനകത്ത് ഈമാനുള്ളവനല്ലവൻ, അവനിക്ക് ഈമാനില്ല എന്ന് മഹാനായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ. ഹൃദയത്തിനകത്തു നന്മയുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയൂല. അവൻ ഒരാളുടെ ന്യൂനതയും കാണൂല. ഇനി അത് ന്യൂനതയായിട്ടല്ല അവൻ കണക്കാക്കുന്നത്. നമുക്ക് നൂറുകണക്കിന് ന്യൂനതകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാലും മറ്റുള്ളവന്റെ ന്യൂനത നോക്കിയിട്ട് നടക്കലാണ് നമ്മളെ പണി, അല്ലേ? എത്രയോ ന്യൂനതകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ന്യൂനതകൾ അവിടെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവന്റെ ന്യൂനതകൾ എടുത്തു കാണിച്ച് നടക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ് നമ്മുടെയൊക്കെ സമ്പ്രദായം. അല്ലാഹു തആല ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാര്യയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, ആ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? ന്യൂനത കാട്ടിയിട്ട് നമ്മൾ അവിടുന്ന് അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്.
നീ ഞങ്ങളെ നന്മയിലാക്കണേ അല്ലാ. അതാണ് ഫുദൈൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അത് നന്മയുള്ള മനുഷ്യന്റെ അടയാളമല്ല. നന്മയുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാനും പറയാനും കഴിയില്ല. അല്ലാഹു തആല ബോധം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 അടയാളങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങാനും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരിക്കലും തന്നെ അവനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല, ഒരിക്കലും തന്നെ അവന്റെ ജീവിതത്തിൽ നന്മകൾ അവനിക്ക് കണ്ടെത്താൻ കഴിയുന്നതല്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വല്ല ഹസദോ, അവൻ അസൂയ ഉള്ളവനാകലാൻ. ഹൃദയത്തിൽ അസൂയ കൊണ്ട് നടക്കുക, മറ്റുള്ളവരോട്, തന്റെ കൂട്ടുകാരനോട് വെറുപ്പാണ്, തന്റെ കൂടപ്പിറപ്പിനോട് വെറുപ്പാണ്, അവനിക്ക് നല്ല ജോലി കിട്ടിയതിൽ ദേഷ്യമാണ്, വെറുപ്പാണ്, മറ്റുള്ളവനിക്ക് വല്ലാത്ത അവിടെ നിന്ന് പടച്ചുറപ്പേ ദോഷങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണോ? നമ്മുടെ അയൽവാസി നല്ലൊരു വാഹനം മേടിച്ചത് നമുക്ക് പറ്റുന്നില്ല, നല്ല വീട് വെച്ചത് പറ്റുന്നില്ല, നല്ല സന്തോഷത്തോടെ ഭാര്യയെ നോക്കുന്നത് പറ്റുന്നില്ല, തൊട്ടപ്പുറത്തെ ഭാര്യ വീട്ടിലെ പെണ്ണ് നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്ക് കുറ്റം. മനസ്സിലായ? ഇങ്ങനെ അസൂയ വെച്ച് നടക്കാൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ പറയും ഇല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ചൊല്ലുണ്ട്, കുശുമ്പിന് കുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. മനസ്സിലായ? നമുക്കൊരു അങ്ങനത്തെ ഒരു വിഷമം, അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് വന്നാൽ അതാ വിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ എല്ലാവിധ പ്രയാസങ്ങളും അധികരിക്കുക എന്നല്ലാതെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും തന്നെ സമാധാനം കണ്ടെത്താൻ കഴിയുന്നതല്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വിഷമിച്ചാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമങ്ങളല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് തീരാൻ കഴിയൂല. കാരണം എന്താ? അതെനിക്കില്ലല്ലോ, അതേപോലെ എനിക്ക് ആവാൻ കഴിഞ്ഞില്ല. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നോക്കാണ്. നമുക്ക് പടച്ച തമ്പുരാൻ തന്നതിൽ തൃപ്തിപ്പെട്ട് നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. നമുക്ക് ഒരു വലിയ ആഗ്രഹമല്ല, നന്മയാർന്ന ആഗ്രഹവും ചിന്തയുമാണെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ നന്നാകും. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വദന്നു, അവിടെ നിന്ന് തെറ്റിദ്ധാരണ നടത്തലാണ്. തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഭർത്താവിനെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണ, ഭാര്യ മറ്റുള്ളവരോട് സംസാരിച്ചാൽ തെറ്റിദ്ധാരണ, ഭർത്താവ് ഒരു ഒഴിഞ്ഞു പോയിട്ട് കാള് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യക്ക് തെറ്റിദ്ധാരണ അല്ലെ, ഭാര്യ കോള് ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ തെറ്റിദ്ധാരണ, നീ എന്തിനാ അവനോട് മിണ്ടുന്നത്, നീ എന്തിനാ അവനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മാന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളിൽ അല്ലെ, മക്കൾ ചില ഏതെങ്കിലും വല്ല വിഷയത്തിലും അവർ ഒറ്റപ്പെട്ടു പോയാൽ ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട്, എന്റെ മകൻ കഞ്ചാവ് അടിക്കുകയാണ്. അനുഭവമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കേട്ട അനുഭവമുണ്ട്. ഒരു ഉമ്മ ആ മകൻ എന്തോ ഒരു വിഷമത്തിലായപ്പോൾ, കൂട്ടുകാർക്കിടയിലുള്ള ചെറിയൊരു പ്രശ്നത്തിനകത്ത് വിഷമത്തിലായിട്ട് വീട്ടിനകത്ത് കുറച്ച് ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉമ്മ വന്നിട്ട് പറയാണ്, ഉമ്മന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ എന്തോ ലഹരിയുടെ കൂട്ടിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ വിളിച്ചിട്ട് പിന്നീട് ഞാനിങ്ങനെ പല രീതിക്ക് സംസാരിച്ചപ്പോൾ അവന്റെ പ്രശ്നം വേറെയായിരുന്നു. കൂട്ടുകാർക്കിടയിൽ എന്തോ ചെറിയ സംസാരങ്ങൾ ഉണ്ടായിട്ടായിരുന്നു അവർക്ക് വിഷമം അനുഭവിച്ചത്. പക്ഷേ ഉമ്മ വിചാരിച്ചെന്താണ്, ഇവനിങ്ങനെ അന്തം വിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നൊക്കെ കണ്ടപ്പോ ഉമ്മ എവിടെയോ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്ന മക്കളിൽ മുഴുവൻ ലഹരിയുടെ ചിന്ത ഉണ്ടാകുന്നുള്ളത്. ഈ ഉമ്മാന്റെ വിചാരം എന്താ, എന്റെ മകന് ലഹരിക്ക അടിമയാണെന്നാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലയങ്ങളിൽ പെടുത്തട്ടെ. ഒറ്റയ്ക്ക് നമ്മളങ്ങ് വിചാരിക്കണ്ട, പൂർണ്ണമായിട്ട് അറിവില്ലാതെ, പൂർണ്ണമായിട്ട് ചിന്തയില്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ അങ്ങനെ ചിന്തിക്കും വേണ്ട. നമുക്ക് തെളിവെല്ലാത്തിനും വേണം, തെളിവില്ലാത്തൊരു കാര്യം പറയാനും പാടില്ല. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തെറ്റിദ്ധാരണ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകരുത്. എല്ലാ വിഷയത്തിലും നിങ്ങളുടെ ഖൽബിന് ഉറപ്പ് വേണം കേട്ടോ. ആ ഉറപ്പില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയമാണ്. ഹൃദയത്തിന് ടെൻഷനാണ്. നിന്റെ ഭാര്യ പോയെടുത്ത്
നിന്റെ മക്കള് പോയിടത്തോ, നിന്റെ മാതാപിതാക്കള് പോയിടത്തോ അവിടേക്ക് എന്തിനാണോ പോയിട്ടുള്ളത് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ടെൻഷനാണ്, നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയാസമാണ് അല്ലേ? ആ പ്രയാസം വരും, ടെൻഷൻ വരും, വല്ലാത്തൊരവസ്ഥ നമുക്ക് വരും. അല്ലാഹുവേ പടച്ച റബ്ബേ ഒന്ന് ആലോചിച്ച് കാണിക്കണം അല്ലെ? അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അവിടുന്ന് ലക്ഷണം പറയലാണ്. പക്ഷി ലക്ഷണം നോക്കുന്നത് കണ്ടിട്ടില്ലേ? പഠിച്ചോനെ തത്തമ്മേ ചീട്ടെടുക്ക്, എന്നിട്ട് തത്തമ്മ ചീട്ടെടുത്തോണ്ടാ, എന്നിട്ട് അത് ലക്ഷണം നോക്കിയിട്ട് പറയാ. അല്ലെങ്കിലോ 2 മൈനിനെ കണ്ടാൽ സന്തോഷാണ്, 1 മൈനെ കണ്ടാ ദുഃഖാണ്. ഒരു മൈന പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു മൈനനെ കാണും, ഒരു അല്ലെ മൈനക്കിളിനെ കണ്ടിട്ടില്ലേ? ഒരു ചുണ്ടിങ്ങനെ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടൊരു കിളി അല്ലെ? ഈ കിളി എങ്ങനെ കാണുമ്പോ ഒന്നിനെ കണ്ടാ ദുഃഖമാണ് കേട്ടോ, എന്നിട്ട് 2 കാണാൻ വേണ്ടിട്ട് നടക്കും. ഒന്നിനെ കാണിക്കുന്ന ദുഃഖാണ്, ഒന്നിനല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ? അല്ലെങ്കിലോ കാക്ക കുറുകിക്കഴിഞ്ഞാൽ പറയും ഇന്ന് വിരുന്നുകാര് വരുമെന്ന് പറയും അല്ലേ? ഹദീസിൽ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ ചില വിഷയങ്ങൾ അത് നമുക്ക് ഓക്കെയാണ്. ചില കാര്യങ്ങൾ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോഴി കൂവുന്നത് നിങ്ങൾ കേട്ടാൽ അല്ലാഹുവിനോട് നിങ്ങൾ നന്മ ചോദിച്ചോളൂ. നിങ്ങൾ അത് എന്താണെന്ന് അതിന്റെ കാരണമെന്നറിയോ? ആ കോഴി അവിടുന്ന് മലക്കിനെ കണ്ടത് കൊണ്ടാണ് അത് കൂവുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കോഴി കൂവുന്നത് മലക്കിനെ കണ്ടിട്ടാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിങ്ങൾ അള്ളാഹിനോട് കാവലിനെ ചോദിച്ചോളൂ, നന്മ ചോദിച്ചോളൂ, നിങ്ങൾക്ക് മഗ്ഫിറത്തിനെ ചോദിച്ചോളൂ എന്ന് അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളിങ്ങനെ പോകാൻ, അപ്പയാണ് ഒരു കരിമ്പൂച്ച മുമ്പുക്കുട്ടി അങ്ങോട്ട് പറഞ്ഞു. നമ്മൾ പറയും ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനിയൊരു കാര്യം നടക്കൂല പടച്ച റബ്ബേ, ഇനി പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കൂല. കാരണം ഒരു കറുത്ത പൂച്ചന്റെ മുമ്പ് കൂടി മണ്ടിയിട്ടുണ്ട്. ഇനി കാര്യത്തിനോ പോയി കഴിഞ്ഞിട്ട് അത് വേണ്ട രൂപത്തിലായിട്ടില്ലെങ്കിൽ പറയും എന്നാ പൂച്ചനെ കണ്ടപ്പോഴേ ആ പൂച്ചന്റെ മുമ്പ് കൂടി മണ്ടിയപ്പോ ഞാൻ ആലോചിച്ചതാണ് അല്ലേ? ഇങ്ങനെ ചില ആളുകളുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അങ്ങനെ പക്ഷി ലക്ഷണം നോക്കുക. അതേപോലെ എല്ലാവിധ ലക്ഷണം നോക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണോടത്തൊക്കെ കാക്കിയും പൂച്ചയും തത്തിയും മയിലും അല്ലെ എരുമയും എല്ലാം കാണും. പക്ഷെ അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ആയുസ്സും നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നല്ലാതെ നമുക്ക് നഷ്ടങ്ങൾ വരുന്നല്ലാതെ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടൂല, നമുക്കൊന്നും കിട്ടൂല. പഴയ ആൾക്കാർ ആരെങ്കിലുമൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മളത് ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ വിശ്വസിച്ച് അതിനെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബോധം നൽകട്ടെ, നമുക്ക് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായല്ലോ അല്ലേ? ഒന്നെന്താണ്? അസൂയ ഉണ്ടാവരുത്, തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, അതേപോലെ തന്നെ ലക്ഷണം നോക്കുന്ന സ്വഭാവവും നമുക്കുണ്ടാകരുത് അല്ലെ? കൈ നോക്കുക അല്ലെ? കൈയിന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന വേര ഇത്തരണ്ടെങ്കിൽ നീ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ കൈയിന്റെ പിന്നെ വേര ഒപ്പാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രക്ക് അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ചില ലക്ഷണങ്ങൾ പറയുന്ന ആളുകളുണ്ട് അല്ലെ? തത്തനെ കൊണ്ട് ചീട്ടെടുത്തിട്ട് കുറെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പഴയ കാലത്ത്. ഒരു പിന്നെ പെട്ടിക്കകത്ത് ഒരു തത്തമ്മയെ കൂട്ടിലിട്ടിട്ട് കുറെ ചീട്ടുമായിട്ട് ഒരു തത്തമ്മനോട് ചീട്ടെടുക്കാൻ പറയാ, എന്നിട്ട് ലക്ഷണങ്ങൾ പറയാ, കൈ നോക്കിയിട്ട് ലക്ഷണങ്ങൾ പറയാ അല്ലെ? ഇങ്ങനൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ നോക്കി നമ്മുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തന്ന് പടച്ച റബ്ബേ നമ്മളെങ്ങാനും പടച്ചോനെ വലിയ വിപത്തുകൾ അതുകൊണ്ട് വരുത്തി വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഒരുപാട്
ഒരുപാട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെയൊക്കെ ചർച്ച, നമ്മുടെയൊക്കെ ന്യൂസിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങളോളമായിട്ട് സൗദി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാൻ കോടികൾ വേണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇറങ്ങി കോടികൾ പിരിച്ചു. പടച്ചറബേ, ദിവസങ്ങളെ കൊണ്ടാണ് 34 കോടി പടച്ചറബേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അതിൽ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അതിന് വേണ്ടിയിട്ട് സഹകരിച്ചവരാണ്. അല്ലാഹു തആല പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പക്ഷേ കേസ് ഇന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ ആ ചെറുപ്പക്കാരനെ തന്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗദിയിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇവിടെ നിന്നും ഒരുപാട് ആ പൈസ കൊടുത്തു എന്നതിന്റെ പിറകിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ, സംസാരങ്ങൾ, കുറ്റപ്പെടുത്തൽ, കളിയാക്കലുകൾ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഉമ്മയെ കുറിച്ച് പറയുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. ആ ഉമ്മയോട് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, നിന്റെ മകൻ അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന രൂപത്തിലൊക്കെ കമന്റിലൂടെ അറിയിക്കുന്ന എത്രയോ ആളുകൾ. പടച്ചവനെ, എന്താണ് അതിന്റെ ആവശ്യം? കണ്ടപ്പോ പടച്ചവനെ കണ്ണ് നിറഞ്ഞു പോയി. ആ ഉമ്മ തന്റെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാണ്. കഴിപ്പിടവ കൊണ്ട് ആ ഒരു പൊന്നുമോൻ ജോലിക്ക് പോയിടത്തുള്ള തന്റെ വികലാംഗനായ ഒരു അറബിയുടെ മകൻ മരിച്ചു എന്നതിന്റെ പേരിൽ എന്റെ പ്രിയമുള്ളവരെ, സൗദി ജയിലിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രാർത്ഥന കൊണ്ടും ആ ഉമ്മ പ്രാർത്ഥിക്കുകയും നാട്ടുകാരും ജനങ്ങളും മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ഇതിനിടയിലൂടെ എന്താ പറയാ, വളരെ മോശമായ രീതിയിൽ കമന്റിലൂടെ വന്നിട്ടും അതേപോലെ തന്നെ പല രീതികളിലേക്ക് സൈബർ ആക്രമണം നടത്തുന്ന ചില ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ ബോധം കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മ കണ്ണീരോട് കൂടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മകൻ എന്തോ പറഞ്ഞിട്ട് ഇവിടുന്ന് മകനെ കാണാൻ പോയത്. ചില കാരണങ്ങളെ കൊണ്ട് എന്തോ അല്ലാഹു ആലം ആ മകന് ഒരു പ്രാവശ്യം കാണണ്ട എന്ന് പറഞ്ഞു. പിന്നീട് കണ്ടു, അൽഹംദുലില്ലാഹ് തിരിച്ചു പോന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് ആ ഉമ്മ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇതൊക്കെ അവസ്ഥ മനസ്സിലാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ പറയുന്ന നമുക്കൊക്കെ ഈ ഒരു അവസ്ഥ വരണം. ഈ പറയുന്ന നമുക്കൊക്കെ ഇതിന്റെ ഗതി വരുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവർ എന്താണ് ഇതിന്റെ അവസ്ഥ, എങ്ങനെയുണ്ട്, ഇതിന് ഇത്ര വലിയ രസമുള്ള കാര്യമായിരുന്നോ എന്നൊക്കെ നമുക്കറിയുള്ളൂ. നമുക്കൊരു വിഷമം വന്നിട്ട് അത് ചർച്ചയാക്കപ്പെടുമ്പോ അതിന്റെ പിറകെ നടന്നിട്ട് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് ആക്ഷേപിക്കുന്ന വാക്കുകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉണ്ടായിരുന്നു അതിന്റെ വേദന എന്നുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു നന്മ നൽകട്ടെ. ഹൃദയം അല്ലാഹു തആല നമ്മുടെ നന്മയാക്കി തരട്ടെ. എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ മോചിപ്പിച്ച് അല്ലാഹു തആല ആ ഉമ്മയുടെ അടുത്തേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആ ഉമ്മക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കണ്ട. നമ്മൾ ഒരാളെയും ആക്ഷേപിക്കാൻ നമ്മൾ അർഹരല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നൂലാമാലകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം, ഇന്ന് സമയം ഇപ്പോ 2:24 ഈ സമയം എന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു, എത്ര തെറ്റുകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എത്ര തെറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ നമുക്ക് മനസ്സിലാകും ഞാൻ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നെന്റെ പ്രിയമുള്ളവരെ നമുക്കപ്പം മനസ്സിലാകും. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം വിചാരണ നടത്തും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ട് അവിടുത്തെ മയ്യത്ത് ജനാസ കുളിപ്പിക്കുമ്പോൾ ശരീരത്തിനകത്ത് മുറിവായിരുന്നു. ഒരുപാട് മുറിവുകൾ മുതുകത്ത്. കാരണം സ്വന്തം വിചാരണ നടത്തിയിട്ട് അള്ളാന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തിൽ ചാട്ടവാർ എടുത്തടിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ സ്വന്തം വിചാരണ നടത്തുമായിരുന്നു.
ഇന്ന് എത്ര തെറ്റ് ഉമറെ നീ കണ്ടിട്ടുണ്ട്, എത്ര തെറ്റ് നീ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം വിചാരണ നടത്തിയിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കലൊരു സ്വഹാബി മദീനയിലെ മണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പടച്ചവനെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നും ഒരു ചോദ്യം, ഉമറെ നീ ആരാണടാ, നീ എങ്ങനെ നടന്നിരുന്നവനാണ് എന്നുള്ള ആക്രോശത്തിന്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വഹാബി അവിടുന്ന് ഈത്തപ്പന തോട്ടത്തിലേക്ക് ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത്ര ധീരമായിട്ട് ശബ്ദിക്കാൻ അർഹതയുള്ളത്, അത്രക്ക് ധൈര്യമുള്ളവൻ ആരാണെന്ന് എന്റെ പ്രിയമുള്ളവരെ പേടിച്ച് വിറച്ചുകൊണ്ട് ഈ സ്വഹാബി അവിടുന്ന് നോക്കുമ്പോൾ സ്വന്തം നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാണ്, ഉമറെ നീ എത്ര വലിയ ധീരനാണ്, നീ എത്ര വലിയ തമ്മാടിയായിരുന്നു, നീ എത്ര വലിയ തെറ്റുകൾ ചെയ്തവനായിരുന്നു എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ, മക്ക മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉമർ എന്ന് കേട്ടാൽ ഓരോ പെണ്ണുങ്ങളും പേടിക്കുമായിരുന്നു. ഉമറിന് പെണ്ണില്ലാതെ കണ്ണില്ലാതെ ജീവിക്കാൻ കഴിയാത്തതായിരുന്നു. അതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. ഖത്താബിന്റെ മകൻ ഉമർ ചെറുപ്പം മുതൽക്കേ വാപ്പയുടെ ക്രൂരമായ മർദ്ദനങ്ങളിലൂടെ വളർന്ന മകൻ, അവസാനം ക്രൂരമായ ഹൃദയം കൊണ്ട് വലുതായി വന്ന മനുഷ്യൻ അവസാനം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുവായി മാറി റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നു. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് വന്നു. ഖുർആനിന്റെ പ്രഭ ഹൃദയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാൻ സ്വന്തം ശരീരത്തിൽ സ്വന്തം നഫ്സിനെ ചോദിച്ചുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സ്വന്തം നഫ്സിനോട് സ്വന്തം ശരീരത്തെ ചോദിച്ചിട്ട് തെറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ട് തെറ്റുകളെ ഓർമ്മപ്പെടുത്തിയിട്ട് അവിടുന്ന് ഹൃദയത്തിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നീരൊഴുക്കിയ മഹാൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കഴിയോ? നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ എന്നിരുന്നാലും നൂറുകണക്കിന് തെറ്റുകൾ നമ്മളത് പൂത്തിവെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാനും മറ്റുള്ളവരുടെ മൈനസ് തോണ്ടി നടക്കാനും നമ്മളൊക്കെ ശ്രമിക്കുകയാണ്. അള്ളാഹു തആല ബോധം നൽകട്ടെ നമുക്ക്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. പടച്ച റബ്ബേ, ആ ഉമ്മയുടെ കണ്ണുനീരിന് അള്ളാഹുവിനെ അറുതി കൊടുക്കുക റബ്ബേ. പടച്ചോനെ, ചാനലുകാരൊക്കെ വന്നിട്ട് പലതും ചോദിക്കുമ്പോൾ അവിടെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ പടച്ചോനെ സഹിക്കുന്നില്ല. അള്ളാഹുവേ, പടച്ചോനെ നന്മ കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.